സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകർമ്മണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഏറ്റവും സാത്വികവും ഉത്തമമായിട്ടുള്ള ശാസ്ത്രം വേദാന്തം എന്നാണ് പറയുന്നത്. ദേവീഭാഗവത്തിലെ ഓരോ ശാസ്ത്രങ്ങളിൽ സാത്വിക ശാസ്ത്രങ്ങളേതൊക്കെ, രാജസങ്ങളേത്, താമസങ്ങളേതെന്ന് തിരിച്ചിട്ട് ശുദ്ധ സാത്വികമായിട്ടുള്ളത് വേദാന്തമാണ് എന്നവിടെ അത് സ്ഥാപിച്ചിട്ടുണ്ട്. വേദാന്തത്തിൻ്റെ സിദ്ധാന്തം ജ്ഞാനേന മുച്യം നരഹ. അതങ്ങനെയല്ല പറഞ്ഞതേ ഉള്ളൂ. ജ്ഞാനാദേവതു കൈവല്യം, അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. ജ്ഞാനം കൊണ്ട് മാത്രമാണ് മുക്തി എന്ന് പറഞ്ഞു. പക്ഷെ ആ സിദ്ധാന്തം സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. അത് നമ്മൾ പറയണതല്ല. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. എത്രയോ ആയിരങ്ങളിൽ ഒരാൾക്കാണ് ഈ ശരിയായിട്ടുള്ള തത്വം അറിയണമെന്നൊരാഗ്രഹം വരാം. അങ്ങനെ ആഗ്രഹം വന്നാൽ തന്നെ കുറേ അങ്ങനെ ആഗ്രഹം വരുന്ന ആളുകളിൽ വല്ല ഒന്ന് രണ്ട് ആൾക്ക് മാത്രമാണ് ഇതറിയാൻ കഴിയുന്നത്. മുക്തിക്ക് വേണ്ടി ശ്രമിക്കുക, ആത്മജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുക. അത് ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾക്കേ പറ്റുള്ളൂ. അങ്ങനെ ശ്രമിക്കുന്നവരിൽ ഒരാൾക്കാണ് ആ തത്വം അറിയാൻ പറ്റുന്നത്. ബഹുഭിഹി സിദ്ധ്യന്തി ജന്മാന്തരൈഹി. ആ വഴിക്ക് പോയാൽ എത്ര ജന്മങ്ങളെ കൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നൊന്നും പറയാനും പറ്റില്ല എന്നുള്ളത്. ഇത്രയും കേട്ട് കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഈ വഴിക്ക് പോകാതിരിക്കാൻ നല്ലതെന്ന്. ഇങ്ങനൊരു വിഷമം പിടിച്ചും ലക്ഷ്യത്തിലെത്തുമെന്ന് ഉറപ്പില്ലാത്തൊരു വഴിക്ക് പോകാതിരിക്കാൻ നല്ലതെന്ന് സാധാരണക്കാർക്ക് ഒരു തോന്നൽ വരും. എന്നാൽ വിഷമം കൂടാതെ എത്താൻ പറ്റും. ഒരു വഴിയുണ്ട്. ഭക്തിയാ വിമുച്യൻ നരഃ. ഭക്തി കൊണ്ടും അവിടെ എത്താനായിട്ട് പറ്റുന്നു. മറ്റ് തീവ്ര സാധനങ്ങളെ അനുഷ്ഠിച്ച് എത്താൻ പറ്റിയാൽ പറ്റി, എങ്ങന്ന് നോക്കേണ്ട. ഭക്തി മാർഗത്തിൽ പോവുകയാണെങ്കിൽ ക്ലേശമില്ലാത്ത മാർഗമാണ്. എല്ലാവർക്കും ഒക്കെ നേടാനായിട്ട് അധികാരി ഭേദങ്ങളൊന്നുമില്ല. അതാണ് ഭക്തിയാ വിമുച്യം നരഃ. അതിനെന്ത് വേണം? ഭക്തി. ദേവീഭാഗവത്തിൽ വരുമ്പോൾ ആത്യന്തികമായിട്ട് പറയുമ്പോൾ ഈ ഭക്തി ജ്ഞാനം രണ്ടല്ല എന്ന് പറയും. രണ്ട് പേര് എന്ന് മാത്രമേ ഉള്ളൂ, രണ്ട് വാക്കുകൾ എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഒന്ന് തന്നെ. അപ്പോൾ ആദ്യം തന്നെ ആളുകൾക്ക് ഒരു ഭയം ഇല്ലാതാക്കി എല്ലാവരെയും സന്തോഷിപ്പിക്കുക. മഹാത്മാക്കൾ അങ്ങനെയാണല്ലോ. പരീക്ഷിത്ത് ഗഹനങ്ങളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വലിയ നേഷത്തെ പ്രശ്ന, നല്ല ചോദ്യം ചോദിച്ച് ഇതിനൊക്കെ മറുപടി ഉണ്ട്, വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു പകുതി സമാധാനമായി കഴിഞ്ഞു മനസ്സിന്. അങ്ങനെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം അതുപോലെ ഇങ്ങനെയുള്ള ജ്ഞാനം വേണമെന്നില്ല, ഭക്തി കൊണ്ടും മോചനം നേടാൻ പറ്റും എന്ന് പറഞ്ഞ് ആണ് ഈ ഭക്തി പ്രസ്ഥാനം വന്നത്. പല സൃഷ്ടികളും നടത്തി
മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു സന്തോഷമായിരുന്ന സൃഷ്ടികർത്താവിന്. എന്താ കാരണം? ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ഇപ്പം സൃഷ്ടിക്കപ്പെട്ട ഈ ജന്തുരുവാച എന്നൊക്കെയാണ്, ജന്തു തന്നെയാണ്. ഞാൻ നേടിക്കഴിഞ്ഞാലേ പറഞ്ഞു. ഒരു ഈശ്വരനെ അന്വേഷിച്ച് കണ്ടെത്താൻ ആത്മസ്വരൂപം അറിയാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ സൃഷ്ടിയൊക്കെ പൂർത്തിയായിരുന്നത് സന്തോഷമായി. ആ സൃഷ്ടികർത്താവിന് അങ്ങനെയാണെന്ന മനുഷ്യരെ സൃഷ്ടിച്ചപ്പോഴാണത് എന്ന് പറയണം. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യനെപ്പോഴും ആത്മതത്വത്തെക്കുറിച്ച് അന്വേഷിക്കും. ബാക്കി ജീവികൾക്ക് അങ്ങനെയുള്ള അന്വേഷണങ്ങളൊന്നുമില്ല. അവർക്ക് സ്വാഭാവികമായിട്ടൊരു സ്വഭാവമുണ്ട്, അതുപോലെ പോകും അവരുടെ സ്വഭാവം അനുസരിച്ച്. മനുഷ്യനല്ല, കൂടുതൽ അന്വേഷിച്ച് ആദ്യം ഈ ശരീരത്തെ കുറിച്ചാണ് പഠിച്ചതെന്ന്. ഋഷിമാരെ, ജിജ്ഞാസുക്കളായിട്ടുള്ള മനുഷ്യരെ ആദ്യം ഈ ശരീരത്തെ പഠിച്ചു. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓരോന്ന് കാണുന്നു, കേൾക്കുന്നു. അത്ഭുതമായിട്ടുള്ള ഈ പ്രപഞ്ചം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു വലിയൊരു ശക്തി ഉണ്ടല്ലോ, അതിനെ അറിയണമെന്ന് ചിന്തയും. അതാണ് ഈശ്വരനോ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. അതിനെ ബ്രഹ്മം എന്നോ ഈശ്വരനോ ശാരീരക മീമാംസ എന്നാണല്ലോ പറയുക. ശാരീരക ഭാഷ്യ ആചാര്യസ്വാമികൾ ചെയ്തത് ശാരീരകനെക്കുറിച്ച്. ഇപ്പോൾ ശരീരം പഠിച്ചാലേ ശാരീരകനെ അറിയാൻ പറ്റും. അപ്പോൾ ശരീരം മനസ്സിലാക്കി ശരീരത്തിൽ ഇരിക്കുന്ന ആ ചൈതന്യം, ജീവചൈതന്യം, അതിനെക്കുറിച്ച് ഋഷിമാർ നല്ലവണ്ണം പഠിച്ചു. അങ്ങനെ പഠിച്ചാണ് ഓരോരുത്തർ പല ദേശങ്ങളിലും പല കാലങ്ങളിലാണ് ഇത് നടന്നേക്കണേ. അതുകൊണ്ട് കുറച്ചൊക്കെ ഭേദങ്ങളുണ്ടെന്നേ ഉള്ളൂ. ആത്യന്തികമായിട്ട് ഒന്ന് തന്നെ. ആ ശരിയായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളും തീർന്ന് മനസ്സിന് സന്തോഷമായിട്ടിരിക്കുന്ന, സംതൃപ്തമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലെത്തലാണ്. അതിന് ഈ കഠിനമായിട്ട് യഥോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസാ സഹ എന്നുള്ള വഴിക്കൊന്നും പോണ്ട, അല്ലാതെയും വഴിയുണ്ടെന്നും പറഞ്ഞ് ഉപാസിക്കാനുള്ള മാർഗങ്ങൾ. അങ്ങനെയാണ് പുരാണങ്ങളിൽ ഇതൊക്കെ വന്നേക്കുന്നത്. പലതരത്തിലുള്ള ഉപാസനകൾ. ഇപ്പോൾ ശൈവ സിദ്ധാന്തം ഒക്കെ വന്നതിൽ പല തരത്തിലുള്ള ഉപാസനയുടെ സമ്പ്രദായങ്ങൾ ഒക്കെ വന്നു. പക്ഷെ അതിനൊക്കെ വന്നെങ്കിലും ഏറ്റവും സാത്വികമായിട്ട് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മാർഗം വൈഷ്ണവ സിദ്ധാന്തം, വൈഷ്ണവ മതമാണ് ഏറ്റവും എല്ലാവർക്കും പറ്റിയത്. കഠിനമായ സാധനകളില്ല. മറ്റിലൊക്കെ കഠിന സാധനങ്ങളുണ്ട്, അനുഷ്ഠിക്കാൻ പറ്റാത്തത്. ബുദ്ധൻ അവതരിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അതൊക്കെ അനുഷ്ഠിക്കാൻ വളരെ വിഷമം. അത് അനുഷ്ഠിക്കാൻ വിഷമമായിട്ടുള്ള കാര്യങ്ങൾ, അതിന് യോഗ്യതയില്ലാത്തവർ ആ വഴിക്ക് സഞ്ചരിച്ച് അതിനൊക്കെ വളരെ വിഷമങ്ങൾ വന്നിരുന്നു. എന്നല്ല, ധാവന്നപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിത് ദേവദേവ അഖിലാത്മൻ ധാവന്നിമീല്യവാനേത്രേ നസ്ഖലേന്ന പതേദിഹ. എന്തു വന്നാലും യാതൊരു വീഴ്ചയും വരാതെ, കാലിടറാതെ, നല്ല സുഖമായിട്ട് ക്ഷീണം കൂടാതെ നടന്ന് നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള മാർഗത്തിൽ കൂടെ പോയി എത്തിച്ചേരുന്ന ആൾക്കാരിലോ ആ പ്രദേശത്ത് നിങ്ങൾക്ക് വിഷമം കൂടാതെ എത്താം. ഇതാണ് വൈഷ്ണവന്മാരുടെ സിദ്ധാന്തം. അപ്പോഴാണ് സർവം ബ്രഹ്മമയം ജഗൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സർവം വിഷ്ണുമയം ജഗൻ. ആത്യന്തികമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സംശയങ്ങളൊന്നുമില്ല. അതുവരെയാണ് അതാണോ ശരി, ഇതാണോ ശരി എന്നൊക്കെ ഇങ്ങനെ പരസ്പരം കലഹം വരാം. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കും വിഷമമില്ല. അതുകൊണ്ട് വിഷമം കൂടാതെ ഈ മാർഗത്തിൽ പോയി എത്തിക്കഴിയുമ്പോൾ എല്ലാവരും നദികൾ ഏത് വഴിക്കൊക്കെ ഓടിയാലും ഒഴുകിപ്പോയാലും വേണ്ടില്ല, ആത്യന്തികമായിട്ട് അത് സമുദ്രത്തിൽ ചെന്ന് ചേരും. സമുദ്രത്തിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഗംഗ, യമുന, സരസ്വതി ഒന്നും വേറെയില്ല, ഒക്കെ സമുദ്രം. അതുപോലെ എത്തേണ്ട ദിക്കിലെത്തിക്കഴിഞ്ഞാൽ അതേവരെ കണ്ട് വഴക്കുകൂടിയ ആളുകളാവും. അവരെ വഴക്കൊക്കെ പോയി നല്ല സന്തോഷമായി എപ്പോഴാണ് എത്തിയെന്ന് പരസ്പരം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഏത് വഴിക്കാണ് വന്നേ, അങ്ങനെ
ഓരോരുത്തരും അവരവരുടെ കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കും. ദശകുമാര ചരിതം എന്നുള്ള ഇതിൽ 10 രാജകുമാരന്മാർ അവരവരുടെ അനുഭവ കഥ പറയാം. ഇതുപോലെ 10 വഴിക്ക് പോയാൽ അവിടെ എത്തിച്ചേരുമ്പോൾ കുറേ പുറപ്പെടുമ്പോൾ ഒരു സമയത്താണെങ്കിലും എത്തുമ്പോൾ കുറേ കാലം എത്തുമ്പോൾ ചിലരൊക്കെ വേഗത്തിൽ എത്തിച്ചേരും. അപ്പോൾ എത്തിച്ചേരുമ്പോൾ എല്ലാവർക്കും ഒന്ന് തന്നെ പറയാനുള്ളത്, വഴിയൊക്കെ ക്ലേശം ഉണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ എല്ലാവരും ഒന്നിലാണ് എത്തി. കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണെങ്കിലും പടിഞ്ഞോട്ട് വടക്കുന്ന എവിടെ എങ്ങനെയൊക്കെ സമുദ്രാന്ത ഇവ ആപഗാഹ, സമുദ്രത്തിലെത്തിച്ചേരും നദികൾ, അതുപോലെ എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ചോളൂ, വിഷ്ണുവായിട്ട് സങ്കല്പിച്ചോളൂ. ഈ കാണുന്നതൊക്കെ ബ്രഹ്മമയം എന്ന് പറയുന്നത് ഒക്കെ വിഷ്ണുമയമായിട്ട് കരുതിക്കോളൂ എന്ന് പറഞ്ഞാണ് ഇവിടെ വലുതായിട്ടുള്ള വിരാട് സ്വരൂപമൊക്കെ വർണ്ണിച്ചുകൊണ്ട് എന്ത് കണ്ടാലും ഭഗവാനെ ഓർക്കുക. അങ്ങനെ ബ്രഹ്മസ്മരണം പോലെ ഈ ഭാഗവതം വൈഷ്ണവന്മാരുടെ ഗ്രന്ഥങ്ങളിൽ വച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ജന്മാദ്യസ്യത വേദാന്ത സൂത്രം തന്നെ ആരംഭിക്കണേ. അങ്ങനെ തുടങ്ങിയിട്ട് ഇത് വേദാന്ത സാരമാണ്, ഈ എളുപ്പമാർഗമാണ് പറഞ്ഞു തരാൻ പോണത്. ഈ വഴിക്ക് പോയാലും നിങ്ങൾ ആത്യന്തിക ലക്ഷ്യത്തിലെത്തും എന്ന് കാണിക്കാനാണ് ആദ്യം വേദാന്ത സൂത്രം തന്നെ കാണിച്ച് ബ്രഹ്മത്തിൽ നിന്നാണെന്നെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് ആ വിഷ്ണുവായിട്ട് മാറി ഭഗവാനിൽ ചെന്നെത്തും. അപ്പോൾ അതിന് ക്ലേശം കൂടാതിരിക്കാൻ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. ആ വിഷ്ണു തത്വം ഉള്ളിൽ ഉറക്കണ്ടേ. മറ്റാണ് അനേക ശാസ്ത്രം കേൾക്കേണ്ടത്. ശാസ്ത്രങ്ങൾ കേട്ട് അങ്ങനെ വിഷമിക്കേണ്ട, ഭഗവാന്റെ കഥകൾ കേട്ടാലും മതി. അങ്ങനെയാണ് അവതാര കഥകളെല്ലാം വർണ്ണിച്ചുമല്ല. മറ്റ് പുരാണങ്ങളിലൊന്നും അങ്ങനെ എല്ലാ അവതാരങ്ങളും കൂടി വർണ്ണിക്കില്ല. ഭാഗവതത്തിലെ ദശാവതാരങ്ങളും വർണ്ണിച്ചു കഴിഞ്ഞു. മറ്റൊരു ശിവപുരാണമാണെങ്കിൽ ശിവന്റെ മഹിമ മാത്രമേ അതിൽ അധികമായിട്ട് വർണ്ണിക്കുള്ളൂ. മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഏത് സ്കന്ദപുരാണമാണെങ്കിൽ ഏത് പുരാണമാണെങ്കിലും ഇതിലങ്ങനെയല്ല. എല്ലാ ഭദ്രകാളിയുടെ പോലും അവതാരം അതിൽ വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് സ്വീകാര്യമായിട്ടുള്ളതാണ്. ശിവപുരാണം ഒരു വിഷ്ണു ക്ഷേത്രത്തിലോ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലോ അധികം വായിക്കാറില്ല. ശിവക്ഷേത്രത്തിലാണ് വായിക്കാം. വിഷ്ണു ഭാഗവതം അങ്ങനെയല്ല, എല്ലാ ക്ഷേത്രത്തിലും വായിക്കുക എല്ലാവർക്കും സമ്മതമാണ്. അതാണ് ഈ മാർഗത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഭക്തി കൊണ്ടും നിങ്ങൾക്ക് മുക്തന്മാരാവാൻ പറ്റും, എല്ലാ ക്ലേശത്തിൽ നിന്നും മോചനം നേടാൻ പറ്റും എന്ന് കാണിച്ചതല്ലാണ് ഭാഗവതത്തിൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ അദ്വൈതത്തിന് വിരോധം വെക്കേണ്ട. സർവ വേദാന്ത സാരം, എല്ലാ വേദാന്ത ഗ്രന്ഥങ്ങളിലെ സാരമാണ് ഈ പറഞ്ഞതൊക്കെ. അതാണ് ശ്രീമദ് ഭാഗവതം പുരാണം അമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യം ഏവമഖിലം ജ്ഞാനം പരം ഗീയതേ. പരമഹംസന്മാരാൽ പ്രാപിക്കപ്പെടേണ്ട അറിയേണ്ട എന്തൊരു തത്വമുണ്ടോ അത് തന്നെയാണ് ഇതിലും പറഞ്ഞിട്ടുള്ളത്. ജ്ഞാനം പരം ഗീയതേ. അത് വേണ്ട പോലെ തൃണ്വൻ വിപഠൻ വിചാരണപരഃ ഭക്തിയാ വിമുച്യേത്. ആദ്യം പറഞ്ഞല്ലോ, ജ്ഞാനം കൊണ്ട് മാത്രമല്ല ഭക്തി കൊണ്ടും മനുഷ്യന് എല്ലാ ക്ലേശത്തെയും തരണം ചെയ്യാനായിട്ട് പറ്റുന്ന. അപ്പോൾ ഈ ഭൂലോകത്തിൽ മനുഷ്യരുള്ളിടത്തോളം കാലം ഈ ഭക്തി ശാസ്ത്രത്തിനും ഭക്തി മാർഗത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഋഷിമാർ പോലും അതൊക്കെ അപേക്ഷിച്ച് കഠിനമായിട്ടുള്ള മാർഗം അപേക്ഷിച്ച് അവരും പോലും ഭക്തി സ്വീകരിക്കും. ഭക്തി ഇല്ലാത്തിടത്തോളം കാലം ചിത്താർദ്രത്വം ഹൃദയ, മനസ്സിന് ഭക്തി ഉണ്ടായി നല്ല ആർദ്രത ശുദ്ധി വരാത്തിടത്തോളം കാലം പിന്നെ എവിടെയാണ് ഗതി കിട്ടണമെന്നാണ്. അതുകൊണ്ട് ആർക്കും ഭക്തി നാരദാദി മഹർഷിമാരെ ഗ്രന്ഥമൊക്കെ ഉണ്ട്, ഭക്തി സൂത്രമൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതെല്ലാ ദേവനിലേക്കും പറ്റും ഭക്തി മാർഗം. അതാ ശിവനിൽ ഭക്തിയോടുകൂടി ശിവനെ ഭജിക്കാം, ദേവിയെ ഭജിക്കാം, ഏത് ദേവീദേവന്മാരെയും ഭജിക്കാം ഭക്തി മാർഗത്തിൽ. അതാണ് പ്രത്യേകത.
എങ്ങനെയായാലും മനസ്സിന് ആത്യന്തികമായിട്ടുള്ള ശാന്തി കിട്ടുകയും ചെയ്യും. ഇതാണ് ഭക്തിമാർഗത്തിൻ്റെ പ്രാധാന്യം. ഭാഗവത്തിൽ അതിനെ കൂടുതലായിട്ട് വിവരിക്കണമെങ്കിൽ ഉദാഹരണം പറഞ്ഞെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാനില്ല. ഏതായാലും ഇങ്ങനെ ഈ ഒരു വലിയ വിഷയം എടുത്ത് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാലം മുമ്പ് വളരെ നല്ല നിലയ്ക്ക് നടന്നേർന്ന ആ കാന്തളൂർ ശാല അതിനെ വീണ്ടും നമ്മളൊന്ന് അനുസ്മരിച്ചാൽ തന്നെ നമുക്ക് യഥാശക്തി അതിൽ പങ്കെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതാം. അതൊന്നും എല്ലാവർക്കും കിട്ടുന്നതല്ല, അപൂർവമായിട്ട് കിട്ടുന്നത്. അതിന് പ്രധാനമായിട്ട് നമുക്ക് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ എല്ലാം സംസ്കൃത ഭാഷയിലാണ് എഴുതപ്പെട്ടേക്കുന്നത്. അതിനെന്താ കാരണം വെച്ചാൽ എത്ര കാലം കഴിഞ്ഞാൽ അതിന് മാറ്റം വരരുത്, എല്ലാവർക്കും എല്ലാ കാലത്തും മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ്. മറ്റ് പ്രാദേശിക ഭാഷകളിൽ അന്നത്തെ ഭാഷകളിൽ എഴുതിയാൽ ഇന്നത്തെ ആൾക്കാർ എന്ത് പറയും, പഴയ തമിഴ് പഴയ ഹിന്ദി എന്നൊക്കെ പറയും ആൾക്കാർ. പഴയതൊക്കെ കമ്പരയൊക്കെ പഴയ തമിഴാണ്, നമുക്ക് മനസ്സിലാവില്ല, തമിഴാണ്. സംസ്കൃതം അങ്ങനെയല്ല, പഴയതില്ല. 5000 കൊല്ലം മുമ്പ് എഴുതിയ മന്ത്രം ഇന്ന് കാലത്ത് എഴുതിയത് ഒരുപോലെ എഴുതി. ഇന്ന് കാലത്ത് ഒരു ശ്ലോകം എഴുതിയാലും ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ വ്യാസൻ എഴുതിയ ശ്ലോകം ഒരുപോലെ എഴുതി. കാരണം അത് സംസ്കരിച്ച ഭാഷയാണ്, മാറ്റങ്ങളൊന്നുമില്ല, നല്ല കൃത്യമായിട്ട് വന്നു അതിൽ. അപ്പോൾ എല്ലാ കാലത്തും എല്ലാവർക്കും ഉപയോഗമാവണമെന്ന് വിചാരിച്ചാണ് അത് അത്രയും അതിന് കേടുവരാതിരിക്കാൻ വേണ്ടി സംസ്കരിച്ചെടുത്ത ശുദ്ധഭാഷയിൽ അത് എഴുതി. അപ്പോൾ അതുകൊണ്ട് ഈ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ കുറച്ച് സംസ്കൃതവും കൂടി ആ ബാലപാഠം മുതലൊന്ന് പഠിച്ചാൽ ആ മാർഗത്തിൽ സഞ്ചരിക്കാനും വളരെ എളുപ്പമുണ്ടാവും. ഓരോന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാവാനും വളരെ സൗകര്യമുണ്ടാകും. അപ്പോൾ അതും കൂടി ഇതിൽ ഈ ശാലയുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ പ്രാചീന രീതിയിലുള്ള കഠിനമായിട്ടുള്ളൊന്നല്ല, വളരെ എളുപ്പമാണ്. അത് ആ വഴി സഞ്ചരിക്കാത്ത കാരണം വിഷമമായിട്ട് തോന്നുന്നല്ലോ. അതുകൂടി ആൾക്കാരൊന്ന് പഠിച്ച് അത് പഠിപ്പിക്കുക എന്നും കൂടി ഒരു സൗകര്യം. മറ്റ് ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്ലാസ് ഇതിനും കൂടി വച്ച് അതും കൂടി ആൾക്കാർ ഒന്ന് പരിചയപ്പെടണം എന്നും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വേണ്ടത്ര വിജയിക്കുള്ളൂ. ഇപ്പോൾ നാരായണിയൊക്കെ പാരായണം ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പക്ഷെ അത് വേണ്ട പോലെയൊക്കെ പാരായണം ചെയ്യാൻ തന്നെ തെറ്റുകൂടാതെ പാരായണം ചെയ്യാനും അത് കുറച്ചൊക്കെ മനസ്സിലാവണമെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള ഉച്ചാരണം വേണം. കുറച്ചൊക്കെ വിഭക്തി കാര്യങ്ങളൊക്കെ വരണം. അല്ലെങ്കിൽ സമസ്ത പദങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ വേണ്ട പോലെ വായിക്കാൻ തന്നെ വിഷമം. പ്രാസ്ത ആഗ്നേയാസ്ത്ര തേജസ്ത്രസദുദധിഗിര എന്നൊക്കെ വായിക്കണ്ടേ? അപ്പം അതൊക്കെ നന്നായി വരണമെങ്കിൽ അതൊക്കെ എന്താണെന്ന് മനസ്സിലാവണ്ടേ? ഇപ്പോൾ കുറേ വാക്കുകളൊക്കെ പഠിക്കുന്ന പുസ്തകം തന്നെ പഠിച്ചാൽ മതി. നാരായണീയത്തിൽ അവിടെ ശ്ലോകം എടുത്ത് ചെറുത് ആദ്യം പഠിച്ച് വരുമ്പോൾ അത് മതി. അല്ലാണ്ട് വേറെ പുതിയ ഗ്രന്ഥം പഠിക്കണമെന്നൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന സാധനം കുറച്ചൊക്കെ അതിൻ്റെ അർത്ഥത്തോടു കൂടി മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം മാത്രം. എന്നാൽ നമുക്ക് ഒരു 5ാം ക്ലാസ്സിലൊക്കെയുള്ള സ്റ്റാൻഡേർഡിലുള്ള ശ്ലോകമുണ്ട്. അതീത്യബാല്യം ജഗതാംബഭയത്വമുപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം എന്ന് കേൾക്കുമ്പോൾ ഇതിന് വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, അർത്ഥം മനസ്സിലാക്കാം. അതാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ചെറുത് പഠിച്ച് അർത്ഥത്തോടുകൂടി പഠിച്ചും അപ്പോൾ വിഭക്തി കാര്യങ്ങൾ എന്താണെന്നും എന്തെഴുതിയാലും ഒരു 2 കുത്തിട്ടാലേ സംസ്കൃതമുള്ളൂ എന്ന് ആളുകൾ കാണണം. പലയിക്കലും കാണാം അമ്പലങ്ങളിലൊക്കെ എഴുതി വെച്ച് നമശിവായ എന്നെഴുതിയിട്ട് 2 കുത്ത്. സംസ്കൃതമാവണ്ടേ? സംസ്കൃതമാണ്, അതൊന്നും വേണ്ട. അപ്പോൾ എവിടെയൊക്കെയാണ് വിസർജ്യമുള്ളത്, ഇതിന് വിസർജ്യ ചിഹ്നം എന്ന പേര്, അതെവിടെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള സംശയമൊക്കെ തീർന്നു കിട്ടും. മറ്റെടുത്തിട്ടാലും മമ എന്ന് പറഞ്ഞാൽ കുത്തിടേ വാക്കാവണ്ടേ, സംസ്കൃതമാണെങ്കിൽ കുത്തുവേണ്ടേ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ തീർക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ ഇതിൻ്റെ ആയാലേ ഇത് വേണ്ട. അത് എല്ലാവർക്കും പറ്റും. നമ്മൾ പഠിക്കുന്നതിൻ്റെ അർത്ഥം കുറച്ചൊക്കെ മനസ്സിലാക്കും, അതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൂടി ആ ഒരു സംസ്കൃത പഠനം കൂടി ഇതിൻ്റെ കൂടെ ഈ കാന്തളൂർ ശാലയുടെ പ്രവർത്തനങ്ങളിൽ വേണം. അത് അതിൻ്റെ അറിവുള്ള ആൾക്കാരെ കൊണ്ട് കുറച്ച് നേരം എന്നും ക്ലാസ്സിലെ ഒരു 15-20 മിനിറ്റ് നേരം ഏതെങ്കിലും ഒരു ശ്ലോകം എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ്
അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ശോഭിക്കും. അതും കൂടി അതിനുള്ള അവസരം കൂടി ഇതിൻ്റെ ഭാരവാഹികൾ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും വാക്കുകൾ മാത്രം. ഇത് കാലത്തെങ്ങാനാവും മീറ്റിംഗ് എന്നാണ് വിചാരിച്ച, വൈകുന്നേരം ആവുകയാണ്. ഞങ്ങൾക്ക് സന്ധ്യ ആകുമ്പോഴേക്കും അവിടെ ജപവും കാര്യങ്ങളുണ്ട്, അതിന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വാക്ക് കുറച്ചിരിക്കണം. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും പ്രാർത്ഥിച്ചു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.